ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് രണ്ട് ഫ്യൂച്ചേഴ്സിന്റെ പ്രൊഫേംസ് ആയ അപ്പെക്സ് ഫണ്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ലൂസിഡ് ക്യാപിറ്റലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള ട്രേഡൊക്കെ ആക്ടിവിറ്റി നടത്തുന്നവരാണ് അഥവാ സിങ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഏതാണ് ബെറ്റർ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് ഫേമാണ് നല്ലത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ തന്നെ നമുക്ക് രണ്ട് ഫേംസിൽ ഫസ്റ്റ് ഫേം എന്ന് പറയുന്നത് അപ്പെക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ജസ്റ്റ് ഓൾറെഡി എല്ലാ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൂസിഡ് ക്യാപിറ്റലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കമ്പാരിസൺ നടത്തിയിട്ട് ഇവരുടെ പ്രൈസ് ഇതെല്ലാം കമ്പാരിസൺ നടത്തിയിട്ട് എല്ലാവരും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ഒക്കെ ആവാറുണ്ട്. ഏത് എടുക്കണം, എങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഒക്കെ ഡിപ്പെൻഡ് ആണ് ഓരോ അക്കൗണ്ട് എടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ ആദ്യം തന്നെ ഒന്ന് പറയാം, അപ്പെക്സ് ട്രേഡിംഗ് കുറെ നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു ഫേമാണ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ പേ ഔട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ ഇവരുടെ 20 അക്കൗണ്ട് വരെ കോപ്പി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു കമ്പനി നമുക്ക് ലൂസിഡ് ക്യാപിറ്റൽ ആണ്. ലൂസിഡ് ക്യാപിറ്റലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു നവംബർ 2000 ഇപ്പോൾ ഒരു 1 ഇയർ ശരിയായി, ഈ വർഷം 2020 കഴിഞ്ഞ ദിവസമാണ് ഒരു 1 ഇയർ ആയിട്ട് സെലിബ്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം നടത്തിയത്. ഇവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് വരുന്നത് ഫണ്ട് ഇൻഡെക്സ് ക്ലോസ് ചെയ്യുന്ന ഒരു സമയമാകുമ്പോൾ നവംബർ തുടങ്ങിയാണ് ഇവർ നല്ല രീതിയിൽ ആക്റ്റീവായി വരുന്നത്. ഫണ്ട് ഇൻഡെക്സ് ആയിട്ട് നല്ലൊരു കോമ്പറ്റീഷൻ നടത്തിയിരുന്ന കമ്പനിയാണ്. ഇവർ ഏറ്റവും വലിയൊരു പ്രത്യേകത ഫാസ്റ്റ് ആയിട്ടുള്ള പേ ഔട്ട് ആണ്, പേ ഔട്ട് അപ്രൂവൽ ആണ് ഇവർ കൊടുക്കുന്നത്. ഇനി അപ്പെക്സിലേക്ക് വന്ന അപ്പെക്സിന്റെ പേ ഔട്ടിന് നമുക്ക് അപ്രൂവൽ കിട്ടാനായിട്ട് ഒരു 5 days ഒക്കെ നമുക്ക് ഡിലേസ് കാര്യങ്ങൾ വരും. പക്ഷെ ലൂസിഡ് ക്യാപിറ്റലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് രണ്ട് കമ്പനി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പെക്സ് ട്രേഡ് ചെയ്യാൻ നമുക്കൊരു 20 അക്കൗണ്ട് വരെ അപ്പെക്സ് കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. ലൂസിഡ് ക്യാപിറ്റലിലാണെങ്കിൽ അവരുടെ ട്രേഡ്സി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് 5 അക്കൗണ്ട് വരെ കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ അപ്പെക്സിൽ നമുക്ക് റിഥമിക്കിന്റെ ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കുക, റിഥമിക്കിന്റെ ഡാറ്റ കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നിഞ്ച ട്രേഡർ വഴി ഓർഡർ ഫ്ലോ കാര്യങ്ങളെല്ലാം വഴി ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മറ്റുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കണക്ട് ചെയ്യാനായിട്ട്, നല്ല ഇതുണ്ട്. അതേപോലെ ലൂസിഡ് ക്യാപിറ്റലിലെ നമുക്ക് ഡാറ്റ പ്രൊവൈഡർ വരുന്നത് റിഥമിക് വരുന്നുണ്ട്. ആ റിഥമിക്കിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ട്രേഡ്സിയിലേക്ക് കണക്ട് ആവുന്നുണ്ട്. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ഷൻ ഓക്കെ കൊടുത്തു പോയാൽ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ കണക്ട് ആവും. അതേപോലെ തന്നെ ഇവർക്ക് കോപ്പി ട്രേഡ് എന്ന ഓപ്ഷൻ വരുന്നത് ട്രേഡ്സി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ 5 എണ്ണം വരെ ചെയ്യാം. നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ നിലവിൽ എനിക്ക് അവരുടെ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കോപ്പി ട്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ലീഡ് അക്കൗണ്ട് ഏത് 5 അക്കൗണ്ടിലും കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഏത് അക്കൗണ്ടാണോ കോപ്പി ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആഡ് മോർ കൊടുത്ത് നമുക്ക് 4 അക്കൗണ്ടും കൂടി ഇവിടെ ആഡ് ചെയ്യാം. മൊത്തം 5 അക്കൗണ്ട് കോപ്പി ട്രേഡിൽ ഇടാൻ പറ്റും. അതേപോലെ റിസ്ക് സെറ്റിംഗ്സിലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പേഴ്സണലി നമുക്ക് എവിടെ വരെ ഡെയിലി ലോസ് ലിമിറ്റ് സെറ്റ് ചെയ്യാം, ഡെയിലി TP എവിടെ വരെല്ലാം സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവരുടെ പ്ലാൻസ് രണ്ട് ഫേംസിനും ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോഡൗൺ അഥവാ എൻഡ് ഓഫ് ദ ഡേ ട്രെയിലിംഗ് ഡ്രോഡൗൺ അങ്ങനെയുള്ള 2 പ്ലാൻസ് നിലവിലുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണ് എൻഡ് ഓഫ് ദ ട്രെയിൽ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അതാണ് കുറെ പേര് നമ്മളോട് കൺഫ്യൂഷനും കാര്യങ്ങളായിട്ടൊക്കെ ചോദിക്കാറ്. അപ്പൊ എൻഡ് ഓഫ് ദ ഡേ എന്താണ്, അല്ലെങ്കിൽ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ എൻഡ് ഓഫ് ദ ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഇന്നലെയൊക്കെ നമ്മൾ പ്രോഫിറ്റിൽ ഒരു 51,000 50K അക്കൗണ്ടിൽ നമ്മൾ ഒരു 51,000 നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പ്രോഫിറ്റ് ഓൾറെഡി ആണ്. പിറ്റേ ദിവസം ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം. ആ ട്രേഡിൽ നമ്മളിങ്ങനെ ഒരു 1000 പ്രോഫിറ്റ് ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് താഴത്തേക്ക് വന്നാലും നമ്മുടെ അക്കൗണ്ട് ഒന്നും അടിച്ചു പോകത്തില്ല. നമ്മൾ ഇതിന് താഴെ ഈ 51,000-ന് താഴെ എപ്പോഴാണോ 2,000 ഡ്രോ ഡൗൺ വരുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ പ്രോഫിറ്റ് മുകളിലേക്ക് പോകുന്നതിന് ഒരു പ്രശ്നമല്ല. അവർ എൻഡ് ഓഫ് ദ ഡേ തലേ ദിവസത്തെ ഇതിൽ നിന്നും 2,000 USD എപ്പോഴാണോ ലോസ് വരുന്നത്, അപ്ഡേഷൻ കാര്യങ്ങൾ വരുന്നത്, അപ്പോഴാണ് ഈ അക്കൗണ്ട് അടിച്ചുകൊള്ളും. പക്ഷേ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ അത് ഇച്ചിരി കൂടി ഇതാണ്. നമുക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 51,000 ആണെന്ന് തന്നെ വിചാരിക്കുക. ഇവിടെ നിന്നും നമുക്ക് ഏകദേശം ഒരു നല്ല ഒരു പ്രോഫിറ്റിലേക്കൊക്കെ പോകുന്നു എന്ന് വിചാരിക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇവിടെ 1000 പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 1,500 പ്രോഫിറ്റ് കണ്ടു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും മാർക്കറ്റ് നിങ്ങളാരും പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്യാതെ നമ്മൾ ഇവിടെ ആയിരിക്കും TP വെച്ചേക്കുന്നത്. ആ TP ഒന്ന് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മുടെ ഈ ഓപ്പൺ ചെയ്ത സമയത്ത് നിന്നും ഈ പോയാൽ ഈ 1,500 പ്ലസും ഒരു 500 കൂടി പോയാൽ 2,000 എപ്പോഴാണോ പോകുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ അക്കൗണ്ട് പോകും. അപ്പൊ അതാണ് ഇൻട്രാഡേ ട്രെയിലിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഈ രണ്ട് സിസ്റ്റം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എൻഡ് ഓഫ് ദ ഡേ ആകുമ്പോൾ അത് എൻഡ് ഓഫ് ദ ഡേ ആണ് അപ്ഡേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ഇൻട്രാഡേ ട്രെയിലിംഗ് ആകുമ്പോൾ അത് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം നിങ്ങൾ പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്യാതെ വീണ്ടും നിങ്ങൾ 1,500 പ്രോഫിറ്റ് കണ്ട സ്ഥലത്ത് നിന്നും ലോസിലേക്കാണ് വീണ്ടും വരുന്നത്. അവിടെ നിന്നും നിങ്ങൾ 1,500 പ്രോഫിറ്റും കിട്ടിയില്ല, നിങ്ങൾ വാങ്ങിച്ച സ്ഥലത്ത് നിന്നും 500 ലോസ് പോയാൽ നമ്മുടെ അക്കൗണ്ട് പോകും.
പോകും. അത് ഇൻട്രാഡേ ട്രേഡിംഗ് ഡ്രോഡൗൺ ആണ്. അപ്പൊ ഏത് അക്കൗണ്ട് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ അത് നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈലിനെ അനുസരിച്ചിരിക്കും. നമുക്ക് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്കില്ലൊക്കെ ഉള്ള ഒരാളാണ്, നല്ല ലെങ്ത്തിൽ, അതായത് ചെറിയ TP കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി ഡേ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് നല്ല ചെറിയ ഒരു സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾക്ക് പൊസിഷൻ, ഇവിടെയാണ് SL കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്, നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോയി, പക്ഷേ ആ TP ആയില്ല, നിങ്ങൾക്ക് ഇവിടേക്ക് ബ്രേക്ക് ഈവനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുന്ന കുറെ പേരുണ്ടാവും. അത്യാവശ്യം ഈ CFD ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ആയതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ പ്രശ്നം വരില്ല. അപ്പൊ നിങ്ങൾ നല്ല ബിഗ് ഹണ്ട് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ചൂസ് ചെയ്യാൻ പറ്റിയത്. ഇനി ഇൻട്രാഡേ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിന് ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോബാക്കും ബെനിഫിറ്റും. അതേപോലെ തന്നെ ഇൻട്രാഡേ ചെറിയ പ്രോഫിറ്റ് ഒക്കെ പിടിക്കുന്ന ആൾക്കാരുണ്ടാകും. വിന്നിംഗ് റേഷ്യോ കൂടുതലുള്ള ആൾക്കാർ, ഞാനൊക്കെ ബുക്ക് മാപ്പ് പോലുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വിന്നിംഗ് റേഷ്യോ കൂടുതലായിരിക്കും. റിസ്ക് റിവാർഡും വളരെ ചെറിയ റിസ്ക് റിവാർഡും സെറ്റിംഗ്സ് ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പേ ഔട്ട് എടുത്തതും ഈ ഇൻട്രാഡേ ട്രേഡിംഗ് ഡ്രോഡൗൺ വെച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമുക്ക് ഒരു 4-5 അക്കൗണ്ട് കോപ്പി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 500 പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം വന്നാൽ 5 അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഏകദേശം 2500 പ്രോഫിറ്റ് കിട്ടും. അപ്പൊ എനിക്ക് വിന്നിംഗ് റേഷ്യോയും ഈ ബുക്ക് മാപ്പിലെ ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം ഹിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ ക്വിക്കിലി ഒരു ഓർഡർ ഇട്ട് ഒരു 500 USD TP വെച്ചു, USD വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നിന്നും എന്റെ 5 അക്കൗണ്ടിലും കൂടി മൊത്തം 2500 USD നമുക്ക് പ്രോഫിറ്റ് കയറും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല വിന്നിംഗ് റേഷ്യോ ഉണ്ട്, പെട്ടെന്ന് തന്നെ ക്വിക്കിൽ ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഈ ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോഡൗൺ ഉള്ള അക്കൗണ്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി ലൂസിഡിലാണെന്നുണ്ടെങ്കിൽ ലൂസിഡ് പ്രോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ലൂസിഡ് ഫ്ലെക്സ് ഉണ്ട്, ലൂസിഡ് ഡയറക്റ്റ് ഫണ്ട് ഉണ്ട്. ലൂസിഡ് ഫ്ലെക്സ് ആണ് കുറച്ചും കൂടി നമുക്ക് എനിക്ക് റീസണബിൾ ആയിട്ട് തോന്നിയത്, പ്രൈസ് കൊണ്ടും കാര്യങ്ങളും കൊണ്ടല്ല. ഇവിടെ 98 എന്നുള്ളത് കാണുന്നുണ്ട്. കുറച്ചുകൂടി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു $67 ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ $67 ഈ ഒരു അക്കൗണ്ട് നമുക്ക് നിലവിൽ കിട്ടുന്നുണ്ട്. ഒരു വൺ ടൈം ഫീ ആണ്, വേറെ ഫീസോ കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി അപ്പെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പെക്സിൽ ഇൻട്രാഡേ ട്രെയിലിംഗ് ഉണ്ട്. ഇൻട്രാഡേ ട്രെയിലിംഗിന് നമുക്കൊരു 50K അക്കൗണ്ട് ആണ് വരുന്നതെങ്കിൽ $24 മൊത്തം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പാസ് ആയതിനു ശേഷം മറ്റൊരു എമൗണ്ടും കൂടി അടയ്ക്കേണ്ടി വരും. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പാസ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ $69 അടയ്ക്കേണ്ടി വരും പാസ് ആയതിനു ശേഷം. അപ്പൊ നിങ്ങൾ ആൾക്കാർക്കാണ് അപ്പെക്സിന്റെ ഈ ഒരു പ്ലാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ കുറെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് കൊണ്ട് ഒരു $65 കൊടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ സെലക്ട് ചെയ്യാം. $24 ഒരു അക്കൗണ്ട് എടുക്കാം. ഇനി അത് പാസ്സായി കഴിഞ്ഞാൽ ലൈവിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ ഈ $69 കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഈ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു പ്ലാൻ കുറച്ചും ബെറ്റർ ആയിട്ടുള്ളത്. ഇനി എൻഡ് ഓഫ് ദി ഡേയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് അത്യാവശ്യം നല്ല ലെങ്തി പ്രോഫിറ്റ് ഒക്കെ പിടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു പ്ലാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അത് ഇവിടെ നമുക്ക് പെർഫോമൻസ് ഫീ, വൺ ടൈം ആക്ടിവേഷൻ ഫീ $110 ഉണ്ട്. വൺ ടൈം കൊടുത്താൽ മതി, വേറെ മന്ത്ലി ഒന്നും കൊടുക്കേണ്ടതില്ല. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിഥമിക് കണക്ട് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ട്രേഡബോട്ടും നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രേഡബോട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. വെൽത്ത് ചാർട്ടിൽ നമുക്കൊരു 10 അക്കൗണ്ട് വരെയും കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് സി പോലെ തന്നെ ഒരു മോഡലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ പ്ലാറ്റ്ഫോം കുറച്ച് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ട്രേഡ് സി നമുക്ക് അത്രയും കൺഫ്യൂസ്ഡ് അല്ല, കുറച്ചുകൂടി ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ട്രേഡിംഗ് വ്യൂ പോലെ തന്നെയാണ്. വെൽത്ത് ചാർട്ട് നല്ല കൺഫ്യൂസ്ഡ് ആണ്. ഫസ്റ്റ് ട്രേഡ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ട്രേഡ് ഒക്കെ ചെയ്ത് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷെ ട്രേഡ് സീൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല SL കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് അത് തന്നെ, നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തിലാണ്, നിങ്ങൾ റിസ്ക് റിവാർഡിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ EOD പ്ലാൻ ആയിരിക്കും. പ്രത്യേകിച്ച് അപ്പെക്സിന്റെ പാസ് ആയതിനു ശേഷം കൊടുത്താൽ മതി. അപ്പൊ $34 വരും. ഇനി അതല്ല ചെറിയ പ്രോഫിറ്റ്സിലൊക്കെ, ഞാനൊക്കെ ഒരു 350, 500 ആ ഒരു രീതിയിൽ 4, 5 അക്കൗണ്ടൊക്കെ കോപ്പി ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് ഇൻട്രാഡേ ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെൽത്ത് ചാർട്ട് ആണ് ചൂസ് ചെയ്യാറ്. കുറച്ച് നാൾ ഉപയോഗിച്ചുകൊണ്ട്
എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇവരുടെ പേ ഔട്ട് നമുക്ക് 5 ഡേയ്സിനുള്ള പേ ഔട്ടാണ് വരുന്നത്. ഇവർക്ക് ബഫർ സോൺ 52,600 52,600 മുകളിലേക്കുള്ള പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ലൂസിഡ് ക്യാപിറ്റൽ അങ്ങനെയല്ല, 52,000 ആയെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിന്റെ 50% നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് കയറി വരും. അതായത് 52,000 നിന്ന് നമ്മൾ എത്രയാണ് വിഡ്രോ ചെയ്യുന്നത് ആ എമൗണ്ടിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ഡ്രോ ഡൗണും ഒക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 54,000 ആയിട്ടൊക്കെ പേ ഔട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു 2,000 ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വെൽത്ത് ചാർട്ടിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. ഒരു 5 അക്കൗണ്ട് ഒക്കെ ഈസി ആയിട്ട് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. എൻഡ് ഓഫ് ദി ഡേ ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പ്ലാൻസും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവരിൽ ലൂസിഡ് പ്രോയിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ ലൂസിഡ് ഇതായിട്ട് വരുന്നത്. വേറെ ആക്ടിവേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിൽ ഈ രണ്ട് പ്ലാൻസിൽ ഇപ്പോൾ അപ്പെക്സിലെ 2 പ്ലാൻസിലാണെന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ചൂസ് ചെയ്യുന്ന നല്ല നിങ്ങളുടെ ട്രെയിനിങ് സ്കില്ലിനനുസരിച്ചിരിക്കും അല്ലെങ്കിൽ സ്റ്റൈലിനനുസരിച്ചിരിക്കും ഈ 2 പ്ലാനുകളും സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഒരു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ പോയി വലിയ $60 ഒന്നും കൊടുക്കേണ്ട, $24 കൊടുത്തത്. പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്തൊക്കെ ട്രേഡർ വോട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂയിലേക്ക് ട്രേഡർ വോട്ട് വഴി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ഫേംസും 2 വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റൈൽ എന്താണോ, ട്രേഡിംഗ് സ്റ്റൈൽ എന്താണോ, നിങ്ങളുടെ സ്കിൽ എന്താണോ, ഇത്രയും കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണം ഓരോ പ്ലാൻസും സെലക്ട് ചെയ്യാണ്ട്. എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് ക്വിക്കിൽ എക്സിറ്റ് ആവുന്ന 4ഉം 10ഉം അക്കൗണ്ട് ഒക്കെ കോപ്പി ട്രേഡ് ചെയ്യുന്ന ഇതായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ചൂസ് ചെയ്യുമ്പോൾ അപ്പെക്സ് ആയിരുന്നു ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ലൂസിഡ് ക്യാപിറ്റലിൽ ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയത്ത് കുറച്ച് ഓഫർ ഉണ്ടായിരുന്നപ്പോൾ അപ്പോഴും ആ ഒരു സമയത്ത് 4-5 അക്കൗണ്ട് ഒക്കെ എടുത്ത് കോപ്പി ട്രേഡ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരെല്ലാം പ്രോഫിറ്റ് ടാർജറ്റ് കാര്യങ്ങളെ കുറിച്ച്, മാക്സിമം ഡ്രോ ഡൗണിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പെക്സ് ട്രേഡിംഗ് ആണ് കുറെ നാൾ മുമ്പ് വരെയുള്ള ഫേമാണ്, നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന ഫേമാണ്. ലൂസിഡ് ക്യാപിറ്റൽ ആണെങ്കിൽ അടുത്ത ഒരു 1 ഇയർ ആയിട്ടുള്ളൂ വന്നിട്ടുള്ളൂ, പക്ഷേ ഫാസ്റ്റ് പേ ഔട്ട് അപ്പെക്സിനേക്കാൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി. അപ്പൊ രണ്ടും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തതിനു ശേഷം നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. See you.